ഹായ് ഓൾ, ലേണിങ്ങിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 7ാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ ചെറുതിരിയിൽ തെളിയും വലിയൊരു ലോകം എന്ന യൂണിറ്റിലെ ഫസ്റ്റ് പാഠഭാഗമായിട്ടുള്ള പെയ്തു തീരാത്ത സ്വപ്നം പോലെ എന്നതാണ്. ആ പാഠഭാഗത്തിൻ്റെ ആശയമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം പെയ്തു തീരാത്ത സ്വപ്നം പോലെ എന്നത്. വിവിധ കലകളുടെയും സാങ്കേതിക വിദ്യയുടെയും സംയോജനമായ സിനിമ ശക്തമായ ഒരു ദൃശ്യകലാമാധ്യമമാണ്. മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട നിരവധി സന്ദേശങ്ങൾ സിനിമയിലൂടെ വിനിമയം ചെയ്യപ്പെടുന്നുണ്ട്. പല സാങ്കേതിക വിദ്യകളും കലകളും ഒന്നിച്ചു ചേരുന്നതാണ് എന്ത് സിനിമ എന്ന് പറയുന്നത്. അതൊരു ദൃശ്യകലാ മാധ്യമമാണ്. മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട നിരവധി സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്നവയാണ് എന്ത് സിനിമ അല്ലെ. സിനിമയിൽ നിരവധി സന്ദേശങ്ങൾ, നല്ല നല്ല സന്ദേശങ്ങളും ഒക്കെ നൽകുന്നതാണ് സിനിമ എന്ന് പറയുന്നത്. അതിൽ പലതരം സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നുണ്ട്, വിവിധ തരം കലകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇവയെല്ലാം സംഗമിക്കുന്ന ഒന്നാണ് സിനിമ. അങ്ങനെയുള്ള ഒരു സിനിമയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. മജീദ് മജീദി സംവിധാനം ചെയ്ത സ്വർഗത്തിലെ കുട്ടികൾ, അതായത് ചിൽഡ്രൻ ഓഫ് ഹെവൻ, ഒരു പക്ഷേ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഏറ്റവും കൂടുതൽ പ്രദർശിപ്പിച്ചിട്ടുള്ള ഇറാനിയൻ സിനിമയായിരിക്കും. ചലച്ചിത്രോത്സവങ്ങളിലും മുതിർന്നവരുടെയും കുട്ടികളുടെയും ചലച്ചിത്ര പഠന ക്ലാസുകളിലും നിരവധി തവണ പ്രദർശിപ്പിച്ചിട്ടുള്ള ഈ സിനിമ ജീവിതത്തിൻ്റെ ദുരിതവൃത്തങ്ങളുടെ നരകങ്ങളിൽ നിന്ന് ആഹ്ലാദത്തിൻ്റെയും പ്രതീക്ഷയുടെയും സ്വർഗങ്ങളിലേക്ക് എങ്ങനെയാണ് കുട്ടികൾ സഞ്ചരിക്കുന്നതെന്ന് നമ്മെ ബോധ്യപ്പെടുത്തും. ഇവിടെ പറയുന്നത് എന്താണ്? മജീദ് മജീദി സംവിധാനം ചെയ്ത ഒരു സിനിമയാണ് സ്വർഗത്തിലെ കുട്ടികൾ എന്നത്. അതൊരു ഇറാനിയൻ സിനിമയാണ്. പക്ഷേ ആ ഇറാനിയൻ സിനിമ എന്ത് ചെയ്തിട്ടുണ്ട്? കേരളത്തിൽ പോലും അങ്ങോളം ഇങ്ങോളമുള്ള ഏറ്റവും കൂടുതൽ പ്രദർശിപ്പിച്ചിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് ഈ സ്വർഗത്തിലെ കുട്ടികൾ എന്നുള്ളത്. അത് ചലച്ചിത്രോത്സവങ്ങളിലും അതുപോലെ മുതിർന്നവരുടെയും കുട്ടികളുടെയും എല്ലാം ചലച്ചിത്ര പഠന ക്ലാസ്സുകളിലൊക്കെ നിരവധി തവണ ഈ ഒരു ചിത്രം പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്താണ്? ആ സിനിമ ജീവിതത്തിൻ്റെ ദുരിതവൃത്തങ്ങളുടെ നരകങ്ങളിൽ നിന്ന് ആഹ്ലാദത്തിൻ്റെയും പ്രതീക്ഷയുടെയും സ്വർഗങ്ങളിലേക്ക് എങ്ങനെയാണ് കുട്ടികൾ സഞ്ചരിക്കുന്നതെന്ന് നമ്മെ ബോധ്യപ്പെടുത്തി തരുന്നതാണ്. അതായത് ദുരിതത്തിൽ കഴിയുന്ന സമയത്തും അവരുടെ ആഹ്ലാദം, അതുപോലെ പ്രതീക്ഷ അല്ലെ, അത് കിട്ടുമെന്നുള്ള പ്രതീക്ഷ അല്ലേ, അങ്ങനെയുള്ള അതൊരു സ്വർഗമായിട്ട് അവർക്ക് തോന്നുകയാണ്. അങ്ങനെയുള്ള സ്വർഗങ്ങളിലേക്ക് എങ്ങനെയാണ് കുട്ടികൾ സഞ്ചരിക്കുന്നതെന്ന് നമുക്ക് ഈ പാഠഭാഗം അല്ലെങ്കിൽ ഈ ഒരു സിനിമ നമുക്ക് വ്യക്തമാക്കി തരുന്നു. ഇത്രയും കാര്യമാണ് ഇവിടെ പറഞ്ഞത്. മജീദ് മജീദി സംവിധാനം ചെയ്ത സിനിമയാണ് സ്വർഗത്തിലെ കുട്ടികൾ എന്നുള്ളത്. അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ധാരാളം പ്രദർശനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതൊരു ഇറാനിയൻ സിനിമയാണ്. ചലച്ചിത്രോത്സവങ്ങളിലും മുതിർന്നവരുടെയും കുട്ടികളുടെയും എല്ലാം ചലച്ചിത്ര പഠന ക്ലാസ്സുകളിലും നിരവധി തവണ ഈ ഒരു സിനിമ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് പറയുന്നത് ആ കഥയുടെ ഇതിവൃത്തമാണ്. ദുരിതവൃത്തങ്ങളിൽ നിന്നും നരകത്തിൽ നിന്നും ആഹ്ലാദത്തിൻ്റെയും പ്രതീക്ഷയുടെയും സ്വർഗങ്ങളിലേക്ക് അവർ ഉയരുന്ന കാഴ്ചയെക്കുറിച്ചും എല്ലാം ഇവിടെ വിശദമാക്കുന്നുണ്ട്. വളരെ ദരിദ്രമായ ഒരു കുടുംബത്തിലെ 9 വയസ്സുള്ള അലി എന്ന ആൺകുട്ടിയെയും അവൻ്റെ ഇളയ സഹോദരി സാറയെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കിക്കൊണ്ടാണ് അപൂർവമായ ഒരു കാഴ്ച അനുഭവമായി മാറുന്ന ഈ സിനിമ വികസിക്കുന്നത്. ഒരു പക്ഷേ ഇതിൻ്റെ കഥ കേൾക്കുമ്പോൾ വളരെ സാധാരണമായ ഒന്നാണല്ലോ എന്ന് നമുക്ക് തോന്നാം. പക്ഷേ ഒരു സാധാരണ കഥയെ എങ്ങനെയാണ് അപൂർവവും അസാധാരണവുമായ ഒരു അനുഭവമായി ദൃശ്യവൽക്കരിക്കുന്നതെന്ന് ഈ സിനിമ നമ്മെ ബോധ്യപ്പെടുത്തും. ഇതിലെ കേന്ദ്ര കഥാപാത്രങ്ങളാണ് 9 വയസ്സുള്ള ആൺകുട്ടി അലിയും അവൻ്റെ സഹോദരിയായിട്ടുള്ള സാറയും. ഇവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കിക്കൊണ്ടാണ് ഈ ഒരു സിനിമ വികസിക്കുന്നത്. എന്നാൽ പലപ്പോഴും കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് വളരെ സാധാരണമായിട്ടുള്ള ഒരു സിനിമയാണെന്ന്. എന്നാൽ ഈ ഒരു സാധാരണ കഥയെ എങ്ങനെയാണ് അപൂർവവും അസാധാരണവുമായ ഒരു അനുഭവമായിട്ട് ദൃശ്യവൽക്കരിക്കുന്നതെന്ന് നമുക്ക് ഈ ഒരു സിനിമ കാണുന്ന സമയത്ത് മനസ്സിലാവും. സാറയുടെ കീറിപ്പോയ ഷൂസ് തുന്നിച്ചു കൊണ്ടുവരുന്ന വഴി അലിയുടെ പക്കൽ നിന്ന് അത് നഷ്ടപ്പെടുന്നിടത്താണ് സിനിമ ആരംഭിക്കുന്നത്. ഒരു പഴക്കടയിൽ കുട്ടകൾ മറിഞ്ഞു വീഴുന്നതിനിടയിൽ അതിൻ്റെ അടിയിൽ എവിടെയോ ഷൂസുകൾ നഷ്ടമാകുന്നു. കഥ തുടങ്ങുന്നത് എങ്ങനെയാണ്? സാറയുടെ കീറിപ്പോയ ഷൂസ് തുന്നിച്ചു കൊണ്ടുവരികയായിരുന്നു അലി. അവൻ്റെ കയ്യിൽ നിന്നും അത് നഷ്ടമാകുന്നിടത്താണ് കഥ ആരംഭിക്കുന്നത്. ഒരിക്കൽ അവൻ എന്ത് ചെയ്യാണ്? പഴക്കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങുന്ന സമയത്ത് അവൻ്റെ ഷൂസിൻ്റെ മേലേക്ക് എന്ത് ചെയ്യുന്നു? കുട്ടകൾ മറിഞ്ഞു വീഴുകയാണ്. അത് എടുക്കാൻ അവൻ ശ്രമിക്കുന്നു. പക്ഷേ അവൻ അത് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലും അതോടൊപ്പം കടക്കാരനെ പേടിച്ചും അവൻ എന്ത് ചെയ്യാണ്? ആ ഷൂ അവിടെ ഉപേക്ഷിച്ച് പോരുകയാണ്. കടക്കാരനെ പേടിച്ച് ഷൂസ് ഉപേക്ഷിച്ച് അലി ഓടുന്നതോടെയാണ് അവ എന്നേക്കുമായി നഷ്ടമാകുന്നത്. ഷൂസ് നഷ്ടമായ വിവരം അവൻ ബാപ്പയെയും ഉമ്മയെയും അറിയിക്കുന്നതേയില്ല. പുതിയതൊന്നും വാങ്ങാനാവാത്ത വിധത്തിൽ അയാൾ അതിദാരിദ്ര്യത്തിലാണെന്ന് അവനറിയാം. അവന് അടി കിട്ടുമെന്ന് കരുതി സഹോദരിയും ആ വിവരം ഒളിച്ചുവെച്ചു.
കടക്കാരനെ പേടിച്ചാണല്ലോ അവൻ ഷൂസ് അവിടെ ഉപേക്ഷിച്ച് പോരുന്നത്. എന്നാൽ അതോടുകൂടി അവ എന്നേക്കുമായി ഇവർക്ക് നഷ്ടമാവുകയാണ്. ആ ഷൂസ് അവിടെ അവർക്ക് നഷ്ടമാവുന്നു. അങ്ങനെ ഷൂസ് നഷ്ടമായ വിവരം അവൻ വന്ന് വീട്ടിൽ അമ്മയോടോ ഉമ്മയോടോ ബാപ്പയോടോ ഒന്നും തന്നെ പറയുന്നില്ല. ചേട്ടന് അടി കിട്ടുമെന്ന് കരുതിയിട്ട് അനുജത്തിയും ഈ വിവരമൊന്നും ഉമ്മയോടും ബാപ്പയോടും പറയുന്നില്ല. ഉമ്മയുടെയും ബാപ്പയുടെയും അവസ്ഥ അറിയാവുന്നത് കൊണ്ടും ഇനി ഇങ്ങനെയൊരു ഷൂ വാങ്ങിക്കാനുള്ള കഴിവില്ല എന്ന് അറിയാവുന്നത് കൊണ്ടുമാണ് അനി എന്ത് ചെയ്യുന്നത്, ഉമ്മയോടും ബാപ്പയോടും ഈ വിവരം മറിച്ചു വെക്കുന്നത്. അവൾക്ക് സ്കൂളിൽ പോകാനുള്ള ഷൂസാണിത്. അവൻ്റെ ഷൂസുകൾ അവൻ അവൾക്ക് നൽകി. അവൾക്ക് ഉച്ചയ്ക്ക് മുമ്പും അവന് ഉച്ചയ്ക്ക് ശേഷവുമാണ് ക്ലാസ്. കുറച്ച് അയവുള്ള ആ ഷൂസുമിട്ട് അനിയെത്തി സ്കൂളിൽ നിന്ന് വരുന്നതും കാത്ത് അലി ഒരുങ്ങിയിരിക്കും. അവളുടെ കാലിൽ നിന്ന് ഷൂസ് ഊരിയെടുത്തിട്ട് വേണം അവൻ അതിട്ട് കൊണ്ടുപോകാൻ. അനിയത്തിക്ക് സ്കൂൾ പോകുമ്പോഴാനുള്ള ഷൂ ആയിരുന്നു നഷ്ടമായത്. എന്നാൽ ആ ഷൂ നഷ്ടമായ സമയത്ത് അലി എന്ത് ചെയ്യുന്നു, തൻ്റെ ഷൂ അവൾക്ക് നൽകുകയാണ്. എന്നാൽ അവൾ അത് ഇട്ട് കൊണ്ടുപോയി ക്ലാസ്സിൽ പോയി കഴിഞ്ഞ് വന്ന് ഇതിന് ശേഷം വേണം ആർക്ക് പോകാൻ, അലിക്ക് സ്കൂളിൽ പോകാൻ. കാരണം എന്താണ് സാറയ്ക്ക് രാവിലെയും അലിക്ക് ഉച്ചയ്ക്ക് ശേഷവുമാണ് ക്ലാസ് ഉള്ളത്. അപ്പോൾ സാറ വന്നതിന് ശേഷം മാത്രമാണ് അലി സ്കൂളിലേക്ക് പോകുന്നത്. കാരണം എന്താണ്, ആ ഷൂ അലിയുടെ ഷൂ ആണ് സാറ ഇട്ട് പോകുന്നത്. അപ്പോൾ സാറയുടെ അടുത്ത് നിന്നും ആ ഷൂ വാങ്ങിച്ചിട്ട് വേണം ആർക്ക് പോകാൻ, അലിക്ക് സ്കൂളിലേക്ക് പോകാൻ. അതുകൊണ്ട് അവൾ വരുന്നതും കാത്ത് അലി ഇരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അവൻ ഒരു ഓട്ടമാണ്. എന്നാലും അവൻ സ്കൂളിലെത്തുമ്പോൾ എന്നും വളരെ താമസിക്കും. അങ്ങനെ ഷൂസ് കെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അലി ഒരു ഓട്ടമാണ്. എന്നാലും സ്കൂളിലെത്തുന്ന സമയത്ത് എന്ത് ചെയ്യും, വളരെയധികം താമസിക്കാറുണ്ട്. പ്രിൻസിപ്പലിൻ്റെ ശിക്ഷയൊക്കെ അവൻ ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്നു. അതിനിടയിലാണ് കുട്ടികളുടെ ഒരു ഓട്ട മത്സരത്തിൻ്റെ വിവരം അറിയുന്നത്. അതിൽ 3ാം സമ്മാനം ഒരു ജോഡി ഷൂസാണ്. അതോടെ അവൻ അധ്യാപകന്റെ പിറകെ നടന്ന് യാചിച്ച് സ്കൂൾ ടീമിൽ അംഗമായി. ഓട്ടത്തിൽ 3ാം സ്ഥാനത്ത് എത്താനാണ് അവൻ ആഗ്രഹിച്ചതെങ്കിലും അവസാന കുതിപ്പിൽ അവൻ എങ്ങനെയോ 1ാമതായി. അങ്ങനെ ദിവസങ്ങളൊക്കെ കടന്നു പോവുകയാണ്. ഇടയ്ക്കിടയ്ക്ക് പ്രിൻസിപ്പളിൻ്റെ അടുത്തുനിന്ന് അടിയൊക്കെ കിട്ടാറുണ്ട്. കാരണം എന്താണ്, ഇന്ന് ലേറ്റ് ആയിട്ടാണ് അവൻ സ്കൂളിൽ വരുന്നത്. എന്നാലും അവൻ നല്ലവണ്ണം പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അങ്ങനെ ഇരിക്കെ അവനൊരു വാർത്ത അറിയുകയാണ്, സ്കൂളിൽ കുട്ടികളുടെ ഓട്ടമത്സരം നടക്കുന്നുണ്ട് എന്നുള്ളത്. അതിൽ 3ാം സ്ഥാനം നേടുന്ന കുട്ടിക്ക് ഷൂസാണ്, ഒരു ജോഡി ഷൂസാണ് സമ്മാനമായി ലഭിക്കുക എന്നറിയുകയും അവൻ എന്ത് ചെയ്യുന്നു, അധ്യാപകന്റെ പിറകെ നടന്ന് യാചിച്ച് സ്കൂൾ ടീമിൽ അംഗമാവുകയും ചെയ്യുന്നു. അങ്ങനെ മത്സരം വന്നെത്തി 3ാം സ്ഥാനത്തേക്ക് വേണ്ടിയിട്ടായിരുന്നു അവൻ ശ്രമിച്ചിരുന്നത്. എന്നാൽ അവന് 1ാം സ്ഥാനം നേടാൻ കഴിഞ്ഞു. 3ാം സ്ഥാനത്തിനായിരുന്നു ഷൂ നൽകിയിരുന്നത്. എന്നാൽ അവൻ 1ാം സ്ഥാനമായിരുന്നു കിട്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ അവൻ അവിടെ ഷൂ ലഭിക്കാതെ പോവുകയാണ്. ഷൂസ് ഇല്ലാതെ നിരാശനായി വീട്ടിലെത്തുന്ന അവനെ കാത്ത് അനിയത്തി ഉറങ്ങാതെ ഇരിക്കുന്നുണ്ടായിരുന്നു. ദുഃഖിതനായ അലി ഷൂസിനുള്ളിൽ ഞെരുങ്ങി നീരുവന്ന പാദങ്ങൾ ചെറിയ കുളത്തിലെ ജലത്തിൽ മുക്കിവെക്കുന്നു. ചെറുമീനുകൾ അവൻ്റെ ചുവന്നു വീർത്ത പാദങ്ങളിൽ അപ്പോൾ മുത്തമിട്ടു. മനസ്സിലൊരു വേദന അവശേഷിപ്പിച്ചുകൊണ്ട് സിനിമ അവസാനിക്കുകയാണ്. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മത്സരം കഴിഞ്ഞു വരുന്ന ഏട്ടനെയും കാത്ത്, ഷൂവും കൊണ്ടുവരുന്ന ഏട്ടനെയും കാത്ത് ഇരിക്കുന്ന സാറയെയാണ് കാണുന്നത്. സാറ ഏട്ടൻ വരുന്നതും കാത്തു നിൽക്കുകയും ഷൂസുമായി വരുന്ന ഏട്ടനെ ഉറങ്ങാതെ കാത്തിരിക്കുന്ന സാറ അവൻ വരുന്നത് കണ്ടു ആകെ സങ്കടപ്പെടുകയാണ്. അവന് കിട്ടിയില്ല എന്ന് മനസ്സിലായപ്പോൾ അവൾക്കും സങ്കടമായി. ദുഃഖിതനായ അലി എന്താണ് ചെയ്യുന്നത്, തൻ്റെ കാല് ഷൂസിനുള്ളിൽ നിന്ന് ഊരിയ സമയത്ത് എല്ലായിടത്തും നീര് വന്നിട്ടുണ്ട്. അതെന്ത് ചെയ്യുന്നു, കുളത്തിലെ ജലത്തിൽ അങ്ങ് മുക്കി വെക്കുകയാണ് അല്ലേ. ചെറുമീനുകൾ അവൻ്റെ കാലിൽ വന്നിട്ട് കൊത്തുന്നൊക്കെ ഉണ്ട്. അങ്ങനെ അതോടുകൂടിയാണ് ഈ സിനിമ ഇവിടെ അവസാനിക്കുന്നത്. ബാക്കി ഭാഗമായിട്ട് നൽകിയിരിക്കുന്നത് ഇതിനിടയിൽ നടക്കുന്ന കാര്യങ്ങളാണ്. രോഗിയായ ഭാര്യ, 3 കുട്ടികൾ, ജീവിക്കാൻ മതിയായ വരുമാനം ലഭിക്കാത്ത ഒരു ജോലി. ഈ അവസ്ഥയിൽ ഉരുകി ഒലിക്കുമ്പോഴും ചില മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന കുടുംബനാഥൻ, അതായിരുന്നു അലിയുടെ അച്ഛൻ. രോഗിയായ അമ്മയാണുള്ളത്. പിന്നെ 3 കുട്ടികൾ, ജീവിക്കാൻ ഉള്ള നിവൃത്തിയില്ലാത്ത ഒരവസ്ഥയിലായിരുന്നു അലിയും കുടുംബവും ജീവിച്ചിരുന്നത്. പിതാവിൻ്റെ ദാരിദ്ര്യവും ദൈന്യവും അറിഞ്ഞു ജീവിക്കുന്ന കുട്ടികളായിരുന്നു അലിയും സാറയും. സ്കൂളിൽ നിന്ന് ഒരിക്കൽ തിരിച്ച് ഓടി വരുമ്പോൾ തെരുവിലെ ഓടയിൽ സാറയുടെ ഷൂസ് വീണു പോകുന്നുണ്ട്. ഒഴുകിപ്പോകുന്ന ഷൂസിൻ്റെ പിറകെ നിലവിളിച്ചോടുന്ന നിസ്സഹായായ അവളുടെ ദൃശ്യം ഏറെ സങ്കടകരമാണ്. അതായത് ഒരിക്കൽ സാറ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുന്ന സമയത്ത് എന്താണ്, അവളുടെ കാലിൽ നിന്നും അവളുടെ ഷൂ ഊരി ഓടയിൽ വീഴുകയാണ്. കാരണം എന്താണ്, അവൾ എപ്പോഴും ധരിക്കുന്നത് അലിയുടെ ഷൂ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അതെന്താണ്, വളരെ ലൂസായിരുന്നു. അതുകൊണ്ട് അത് ഇടയ്ക്കിടയ്ക്ക് ഊരി പോവാറുണ്ട്. എന്നാൽ ഇപ്പോൾ വീണത് എവിടെയാണ്, ഓടയിലാണ് വീണത്. അത് എടുക്കാൻ ശ്രമിക്കുന്നു, പക്ഷെ അത് അവൾക്ക് കിട്ടുന്നില്ല. അവൾ അതിൻ്റെ പിറകെ ഓടുകയാണ്. എന്നാൽ കരഞ്ഞുകൊണ്ട് പോകുന്ന ആ ഒരു ദൃശ്യം വളരെയേറെ സങ്കടകരമാണ്. ഒരു വൃദ്ധൻ അവൾക്കത് എടുത്തു കൊടുക്കുന്നുണ്ട്. നനഞ്ഞ ഷൂസുമായി ഓടി ചേട്ടൻ്റെ അടുത്തെത്തുമ്പോഴേക്കും
താമസിച്ചതിനുള്ള അവന്റെ കുറ്റപ്പെടുത്തലിൽ അവൾ കരഞ്ഞു പോകുന്നുണ്ട്. സങ്കടം കൊണ്ടും ദേഷ്യം കൊണ്ടും പൊട്ടിത്തെറിച്ച അവൾ ഷൂസ് നഷ്ടപ്പെട്ട വിവരം പിതാവിനോട് പറയുമെന്ന് പറയുന്നു. അപ്പോൾ അലി പറയുന്നത് ഇങ്ങനെയാണ്: നീ പറഞ്ഞോളൂ, എനിക്ക് അടി കിട്ടുമെന്ന് പേടിച്ചല്ല ഞാൻ ഇതുവരെ ഈ വിവരം ബാപ്പയോട് പറയാത്തത്. പുതിയ ഒരെണ്ണം വാങ്ങിച്ചു തരാൻ അദ്ദേഹത്തിനെ കൊണ്ടാവില്ല. ആ ദുഃഖം എന്തിന് അദ്ദേഹം സഹിക്കണം എന്ന് കരുതിയാണ്. നിനക്ക് വീട്ടിലെ സ്ഥിതി അറിഞ്ഞുകൂടെ? അങ്ങനെ ആ നനഞ്ഞ ഷൂവുമായിട്ട് സാറ വരികയാണ്. അപ്പോൾ ലേറ്റായിപ്പോയി, കുറേ അധികം ലേറ്റായിപ്പോയി. ആ സമയം അലി അവളോട് ചൂടാവുകയാണ്. എന്താണ് താമസിച്ചത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അവൾക്കാകെ ദേഷ്യവും സങ്കടവും ഒക്കെ വരികയാണ്. അപ്പോൾ അവളെന്ത് പറയുന്നു? നിങ്ങളൊക്കെ സാധാരണ പറയാൻ പോലെ പ്രതികാരം ചെയ്യാം അല്ലേ, ഏട്ടന് ഒരു പാര കൊടുക്കുക എന്ന് പറയില്ലേ, പണി കൊടുക്കുക എന്നൊക്കെ പറയില്ലേ. അപ്പം അതുപോലെ എന്ത് ചെയ്യുന്നു, ഇവൾ പറയണെന്ത്, ആ ഷൂസ് നഷ്ടപ്പെട്ട വിവരം ഞാൻ എന്ത് ചെയ്യും, അച്ഛനോടും അമ്മയോടൊക്കെ പറയുമെന്ന് പറയുന്നു. അപ്പോൾ അലി എന്താണ് പറയുന്നത്? ആ ഉപ്പയോടും ഉമ്മയോടും എല്ലാം പറഞ്ഞോളൂ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ പറയാത്ത, എനിക്ക് അടി കിട്ടുമെന്ന് പേടിച്ചിട്ടല്ല ഞാനത് പറയാത്തത്. എന്താണ്, ഇവർക്ക് ഇങ്ങനെയൊന്ന് ഒരെണ്ണം വാങ്ങിച്ചു തരാനുള്ള കഴിവില്ല. അപ്പോൾ വാങ്ങിച്ചു തരാൻ കഴിയാത്തൊരവസ്ഥയിൽ അത് അവർക്ക് വേദനയാവും. അതുകൊണ്ട് അവരെ വേദനിപ്പിക്കേണ്ട എന്ന് കരുതിയിട്ടാണ് ഞാനത് പറയാത്തത് എന്ന് അവളോട് പറയുന്നു. നിനക്ക് ഈ വീട്ടിലെ സ്ഥിതിയൊക്കെ അറിഞ്ഞുകൂടെ? അപ്പം നമുക്ക് ഇനിയൊന്നും മേടിക്കാനുള്ള കഴിവില്ല, അതുകൊണ്ട് അവരെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ ആ വിവരം ഉമ്മയോടും ബാപ്പയോടും പറയാത്തത് എന്നവൻ പറയുന്നു. സാറ ജീവിതത്തിൻ്റെ ഒരു പാഠം കൂടി പഠിക്കുകയായിരുന്നു. ഏട്ടനിൽ നിന്നാണ് അല്ലേ. ഏട്ടൻ നല്ല സ്നേഹമുള്ളൊരു കുട്ടിയാണെന്നും അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അവൾ മനസ്സിലാക്കുകയാണ്. അവൾ നിശബ്ദയായി. രണ്ട് കുട്ടികളുടെയും സ്കൂളിലേക്കുള്ള ഓട്ടവും തിരിച്ചുമുള്ള ഓട്ടവും കൊണ്ട് സൃഷ്ടിച്ചിട്ടുള്ള വൈകാരികതയുടെ ചില ദൃശ്യങ്ങൾ അപൂർവ അനുഭവങ്ങളാണ്. ഒരിക്കൽ സാറ തൻ്റെ നഷ്ടപ്പെട്ട ഷൂസ് അവളുടെ ക്ലാസ്സിലെ മറ്റൊരു പെൺകുട്ടിയുടെ കാലിൽ കണ്ടു. ഈ വിവരം സാറ അലിയോട് പറയുമ്പോൾ അവൻ പറയുന്നത് ഇങ്ങനെയാണ്: മറ്റു കുട്ടികൾ ആരും അറിയരുത്, അത് അവൾക്ക് മാനക്കേടുണ്ടാക്കും, നമുക്ക് നോക്കാം. അങ്ങനെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഷൂ ഒക്കെ മാറിയിട്ട് കണ്ട് സ്ഥിരമായിട്ട് ഇങ്ങനെ പോകാൻ തുടങ്ങി. അതൊരു വല്ലാത്തൊരു അനുഭവം തന്നെയാണ് ആ സിനിമയിൽ നൽകുന്നത്. എന്നാൽ ഇങ്ങനെ ഇരിക്കെ ഒരു ദിവസം സാറ തൻ്റെ ക്ലാസ്സിലെ ഒരു കുട്ടിയുടെ കാലിൽ തൻ്റെ ഷൂ കാണുകയാണ്. ഈ വിവരം അവൾ എന്ത് ചെയ്യുന്നു, അലിയുടെ അടുക്കൽ വന്ന് പറയുകയാണ്. അപ്പോൾ അലി എന്താണ് പറയുന്നത്? ഒരിക്കലും നീ എന്ത് ചെയ്യരുത്, മറ്റു കുട്ടികൾ ആരും ഈ ഒരു സംഭവം, നിൻ്റെ ഷൂ ആണ് അവളുടെ അടുത്തുള്ളതെന്ന് ഒരാളും അറിയരുത്, അത് അവൾക്ക് എന്താവും, മാനക്കേടുണ്ടാക്കും എന്ന് ചിന്തിക്കുകയാണ്. അങ്ങനെ അലിയും സാറയും കൂടി എന്ത് ചെയ്യുക, ആ പെൺകുട്ടിയുടെ അനുധാവനം ചെയ്ത്, അതായത് പിന്തുടർന്ന് അവളുടെ വീട് കണ്ടുപിടിക്കുന്ന ഒരു രംഗം നമ്മുടെ ഉള്ളിൽ കരച്ചിലിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും തരംഗങ്ങൾ ഉയർത്തുന്നതാണ്. അങ്ങനെ സാറയും അലിയും ചേർന്ന് അവർ രണ്ടുപേരും ഈ കുട്ടിയെ പിന്തുടർന്ന് അവളുടെ വീട്ടിലേക്ക് അല്ലെ, വീട്ടിൻ്റെ അടുത്ത് വരെ പോവുകയാണ്. അവിടെ നിന്ന് നോക്കുന്ന സമയത്ത് എന്താണ് കാണുന്നത്? അവർ കണ്ടെത്തുന്ന സത്യം കൂടുതൽ ദുഃഖകരമായ മറ്റൊരു ജീവിതാവസ്ഥയുടെ നിലവിളിയാണ്. ആ കുട്ടിയുടെ പിതാവ് അന്ധനായ ഒരു യാചകനാണ് അല്ലേ, അന്ധനാണ്. ആ കുട്ടിയുടെ പിതാവ് എന്താണ്, അന്ധകനാണ്. അന്ധകനും ഒരു യാചകനും കൂടിയാണ്. അയാൾക്ക് ചപ്പുചവറുകളിടുന്ന സ്ഥലത്ത് നിന്നാണ് ഈ ഷൂസുകൾ ലഭിച്ചത്. അയാൾക്ക് ചപ്പുചവറുകൾ പിറക്കുന്നതിനിടയിലാണ് എന്ത് ചെയ്യുന്നത്, സാറയുടെ ഷൂസ് ലഭിക്കുന്നത്. തങ്ങളുടേതിനേക്കാൾ ദയനീയമായ മറ്റൊരു ജീവിതാവസ്ഥ കാണുമ്പോൾ ഈ കുട്ടികൾ അവരുടെ ബുദ്ധിമുട്ടുകൾ മറന്ന് സ്വന്തം ഷൂസ് തിരിച്ചു വാങ്ങാൻ മെനക്കെടാതെ, സഹപാഠിയെ അപമാനിക്കാതെ, ഒന്നും മിണ്ടാതെ തിരിച്ചു പോകുന്ന രംഗം മനുഷ്യരിലുള്ള വിശ്വാസവും നന്മയിലുള്ള പ്രതീക്ഷയും വർദ്ധിപ്പിക്കും. തങ്ങളെക്കാൾ ദയനീയമായൊരു ജീവിതാവസ്ഥയിലാണ് ആ കുട്ടി കഴിയുന്നത് എന്ന് മനസ്സിലാക്കിയ സമയത്ത് ഈ കുട്ടി ഇവരെന്താണ് ചെയ്യുന്നത്? ഒരിക്കലും അത് പോയി ചോദിക്കരുത് എന്നുള്ള അവരുടെ മനസ്സിൻ്റെ ആ ഒരു നന്മ, അതെന്താ ചെയ്യണം, മനുഷ്യരിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുകയാണ് അല്ലേ. ഇന്നും മനുഷ്യരിൽ എന്തുണ്ട്, നന്മയുടെ അംശമുണ്ട് എന്നുള്ളൊരു പ്രതീക്ഷ ഏവർക്കും ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു കാര്യമാണ് ഇവിടെ നടക്കുന്നത്. അവരെ ആ സഹപാഠിയെ അപമാനിക്കാതെ, ഒന്നും മിണ്ടാതെ തിരിച്ചു പോരുകയാണ് അവർ അല്ലേ. അല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, തങ്ങളുടെ ഷൂ ചെന്ന് ചോദിക്കാൻ വേണമെങ്കിൽ. പക്ഷേ ആ കുട്ടികളിലെ നന്മയും ആ സഹപാഠിയുള്ള സ്നേഹവും ഒക്കെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. സ്വന്തം ജീവിതം കനത്ത മഴയിൽ കുതിർന്ന് വിറയ്ക്കുമ്പോൾ മറ്റു ജീവിതങ്ങളുടെ സങ്കടക്കെട്ടുകളിൽ നിന്ന് പൊഴിയുന്ന കണ്ണീരൊപ്പാൻ ഈ കുട്ടികൾ തയ്യാറാവുന്ന ദൃശ്യങ്ങൾ വളരെ ശക്തമാണ്. ഷൂസിന് വേണ്ടിയുള്ള അവരുടെ തിരച്ചിൽ എവിടെയോ പെയ്തു തീർന്ന ഒരു സ്വപ്നം പോലെ മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിജീവനത്തിൻ്റെ ചലച്ചിത്ര ഭാഷ്യങ്ങൾ, VK ജോസഫ്. അങ്ങനെ അവരെന്ത് ചെയ്യാണ്, ആ ഷൂസ് വേണ്ട എന്ന് കരുതി അല്ലേ, അവരുടെ അടുക്കൽ നിന്നും ആ ഷൂസ് മേടിക്കുന്നതിന് തങ്ങളെക്കാൾ കഠിനമായ ദുരിതം അനുഭവിക്കുന്ന അവരുടെ മനസ്സ് തിരിച്ചറിയുന്ന ഈ കുട്ടികൾ വളരെ വലിയ മനസ്സിൻ്റെ ഉടമയാണെന്നാണ് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. തങ്ങളുടെ ജീവിതം എന്ത് ചെയ്യുന്ന കനത്ത മഴയിൽ കുതിർന്നു നിൽക്കുമ്പോൾ മറ്റു ജീവിതങ്ങളുടെ സങ്കടം ഒപ്പാൻ തങ്ങളെ കൊണ്ടാവുന്ന പരിശ്രമങ്ങൾ നടത്തുന്ന ഈ കുട്ടികളെയാണ് നമ്മൾ മാതൃകയാക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് അവസാനിക്കുന്നത്.
ഇത്രയും ഭാഗം ഈ പാഠഭാഗത്തിൻ്റെ ആശയം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്നെ അറിയിക്കുക. കൂടുതൽ മലയാളം ക്ലാസ്സുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ബട്ടൺ അമർത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.